യൂറോപ്പിലാകെ പുതിയ എൻട്രി എക്സിറ്റ് സിസ്റ്റം പൂർണ്ണമായും ഇന്നലെ ഏപ്രിൽ 10 മുതൽ നിലവിൽ വന്നു. ഇത് വിമാനത്താവളങ്ങളിൽ വലിയ ക്യൂ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായേക്കാം എന്ന മുന്നറിയിപ്പും യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോർച്ചുഗലിലെ ഫറോയിൽ നിന്നും തിരിച്ചെത്തിയ ജോനാഥൻ സൈവൻ ഇന്നലെ ഗുഡ് മോർണിംഗ് ബ്രിട്ടനിൽ പറഞ്ഞത് ഫിംഗർ പ്രിന്റ് ലോഗിൻ ചെയ്യാൻ ഓട്ടോമാറ്റിക് ഗേറ്റുകൾ ഉപയോഗിക്കാനാണ്. ഫാറോ വിമാനത്താവളത്തിൽ വലിയ തിരക്കായിരുന്നുവെങ്കിലും മെഷീനുകൾ ലഭ്യമായതിനാൽ ഒരുപാട് സമയം പാഴാക്കേണ്ടതായി വന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ജനുവരി മുതൽ തന്നെ ഏകദേശം പകുതിയോളം ബോർഡർ പോയിന്റുകളിൽ EES ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്നലെ മുതലാണ് അത് പൂർണ്ണമായും സജ്ജമായത്. ഇത് കാരണം യാത്രാ താമസം ഉണ്ടായേക്കാം എന്ന് ഹോം ഓഫീസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ദക്ഷിണ യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നവർ പുതിയ സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നതിനായി ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും നീക്കിവെക്കണമെന്ന് അഡ്വാൻറ്റേജ് ട്രാവൽ പാർട്ട്ണർഷിപ്പും നിർദ്ദേശിക്കുന്നു. പുതിയ സിസ്റ്റത്തിൽ യാത്രക്കാർ അവരുടെ വിരലടയാളം, ഫോട്ടോ എന്നിവ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തങ്ങളുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായും വരും. ലക്ഷ്യസ്ഥാനത്ത് എവിടെയാണ് താമസിക്കുന്നത്, ചെലവുകൾക്കായി ആവശ്യത്തിന് പണം കൈവശമുണ്ടോ, മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. യൂറോപ്യൻ ഷെൻഗർ മേഖലയിലെ 29 രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരും അവിടെ നിന്ന് മടക്കയാത്ര ചെയ്യുന്നവരും ഈ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. കുട്ടികളും രജിസ്റ്റർ ചെയ്തിരിക്കണമെങ്കിലും 12 വയസ്സിന് താഴെയുള്ളവർക്ക് വിരലടയാളം നൽകേണ്ടതില്ല. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ അതിന് 3 വർഷക്കാലം വരെ സാധുതയുണ്ടായിരിക്കും. തുടർന്നുള്ള യാത്രകൾക്ക് വിരലടയാളവും ഫോട്ടോയും മാത്രമേ പരിശോധിക്കുകയുള്ളൂ. ആയിരക്കണക്കിന് പേർക്ക് സന്ദർശനാനുമതി നിഷേധിച്ച് പുതിയ EES. യൂറോപ്പിൽ സന്ദർശനത്തിനായി പുതിയ ഇലക്ട്രോണിക് എക്സിറ്റ് സിസ്റ്റം അതായത് EES നിലവിൽ വന്നതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ടതായി റിപ്പോർട്ട്. ഏകദേശം 700ഓളം പേരെ സുരക്ഷാ ഭീഷണിക്ക് കാരണക്കാരെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. യൂറോപ്പിലേക്കുള്ള യാത്രകൾ കൂടുതൽ എളുപ്പത്തിലും സുരക്ഷിതത്വത്തിലും ആക്കാൻ കഴിയുന്നതാണ് പഴയ പാസ്പോർട്ട് സ്റ്റാമ്പ് സിസ്റ്റത്തിന് പകരമായുള്ള ഈ പുതിയ ഡിജിറ്റൽ രജിസ്ട്രേഷൻ സിസ്റ്റം എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇത് നിലവിൽ വന്നതിന് ശേഷം 52 ദശലക്ഷത്തിലധികം പേരാണ് ഈ സിസ്റ്റം ഉപയോഗിച്ച് അതിർത്തികൾ കടന്നിട്ടുള്ളത്. അതേസമയം ഇക്കാലയളവിൽ ഏകദേശം 27,000 തവണ ഈ സിസ്റ്റം പ്രവേശനം നിഷേധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, യൂറോപ്യൻ യൂണിയന് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവരായി 700 പേരെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അയർലൻഡും സൈപ്രസും ഒഴിച്ചുള്ള യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളും ഷെൻഗർ ഫ്രീ മൂവ്മെന്റ് ഏരിയയിൽ ഉൾപ്പെടുന്ന നോർവേ, ഐസ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ലൈക്കൻസ്റ്റീൻ എന്നീ രാജ്യങ്ങളും പുതിയ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്.